കാടിന്റെ രാജാവ്. ഒരിക്കൽ കാലത്ത് ആഴത്തിലുള്ള കാട്ടിൽ മൃഗങ്ങൾ ഒന്നിച്ചുകൂടിയിരുന്നു. പ്രധാന കാരണം പുതിയ രാജാവിനെ തെരഞ്ഞെടുക്കേണ്ടിരുന്നു. പഴയ രാജാവ് പുളിമുത്ത് വൃദ്ധനായി വിശ്രമിക്കണമെന്ന് തീരുമാനിച്ചു. ഇനി പുതിയ ഒരു രാജാവ് വേണം. കാട്ടിലെ മൃഗങ്ങൾ എല്ലാവരും ആവേശത്തോടെയാണ് കൂടിയത്. ആന ഭീമൻ പറഞ്ഞു, "ഞാനാണ് വലിയവൻ, ശക്തനും. അതിനാൽ ഞാൻ രാജാവാകണം." പക്ഷേ കാട്ടിലെ ചിതപ്പുകുറുക്കൻ ചിരിച്ചു. "പക്ഷേ നീ വെറും വലുതു മാത്രമാണ്. നേരത്തെ ചിന്തിച്ചിട്ടുണ്ടോ?" പെട്ടെന്ന് സിംഹം പറഞ്ഞു, "ഞാൻ കാടിന്റെ പഴയ രാജാവാണ്. പല കഥകളിലും ഞാൻ എല്ലാരെയും ഭയപ്പെടുത്തും. എല്ലായ്പ്പോഴും ഞാനാണ് കാടിന്റെ രാജാവ്." കാട്ടിലെ മൃഗങ്ങൾ ഒന്ന് ഭയപ്പെട്ടു. പക്ഷേ ഭയത്തിലൂടെ ഭരണമല്ല വേണ്ടത്, കരടി പറഞ്ഞു. ഇടുകെട്ട കുരങ്ങൻ വന്ന് കുഞ്ചിയിലിരുന്ന് പറഞ്ഞു, "ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും. എല്ലാരെയും സഹായിക്കാൻ എനിക്ക് പറ്റും. ആർക്ക് ആവശ്യമുണ്ടെങ്കിലും ഞാനവിടെ എത്തും." മറ്റു മൃഗങ്ങൾ ചിന്തിച്ചു തുടങ്ങി. "അവൻ അല്പം ചെറുതാണ്, പക്ഷേ നല്ല മനസ്സുണ്ട്." അങ്ങോട്ട് പറന്ന കിളികൾ പറഞ്ഞ്. വളരെ വലിയവനും ശക്തനുമല്ലെങ്കിലും കുരങ്ങന്മാർ വളരെ സുന്ദരമായി കൂട്ടായ്മ പുലർത്തും. പെരുവഴിയിലൂടെയായിരുന്നു ഒരമ്മ കുരങ്ങൻ ചെറിയ പൂച്ചയെ രക്ഷിച്ചിരുന്നതെന്നും കിളികൾ ഓർമ്മിപ്പിച്ചു. അവസാനം മൃഗങ്ങൾ ചേർന്ന് വോട്ട് ചെയ്തു. കുരങ്ങൻ കുഞ്ഞുമോൻ വിജയിച്ചു. ആദ്യം ആനയും സിംഹവുമൊക്കെ പുച്ഛിച്ചുവെങ്കിലും പക്ഷേ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും കുരങ്ങൻ സ്വന്തം മനസ്സുകൊണ്ടും സ്നേഹത്തോടെ ചെയ്ത പ്രവൃത്തികളാൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി. അവസാനം കുരങ്ങൻ രാജാവ് സ്നേഹത്തോടെ എല്ലാരെയും ചേർത്തുപിടിച്ചു. പാഠം: വലിപ്പമോ ശക്തിയോ മാത്രമല്ല ഒരു നേതാവിനെ നിർണയിക്കുന്നത്. സ്നേഹവും കരുതലുമാണ് ഏറ്റവും വലിയ ശക്തി.